എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2025 ഇറങ്ങിയ ഒരു മലയാളം സൈക്കോളജിക്കൽ ബ്ലാക്ക് കോമഡി സിനിമയാണ് മരണമാസ്. ഇതിന് നല്ല മാർക്കറ്റിംഗ് ഒക്കെ കിട്ടി, അത്യാവശ്യം ആൾക്കാർ പരിചിതമായ ഒരു സിനിമയാണ്. ടൊവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ശിവപ്രസാദാണ് ഡയറക്ടർ. എഴുതിയിരിക്കുന്നത് സിജു സണ്ണിയും ശിവപ്രസാദും കൂടാണ്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഫസ്റ്റ് ബേസിൽ ജോസഫ് തന്നെയാണ്. പിന്നെ അനിഷ്മ, അനിൽകുമാർ, ബാബു ആൻ്റണി, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ, അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉള്ളൊരു സിനിമയാണ്. ഒരു വ്യത്യസ്തമായ ഒരു സെറ്റിങ്ങും ഒക്കെ ആയിട്ടാണ് തോന്നിയത്. കുറച്ചൊരു നമ്മൾ വിശ്വസനീയമായതിനപ്പുറത്തേക്ക് ഉള്ള രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമ ഓവറോൾ ഫസ്റ്റ് തോട്ട്സായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സിനിമ പോരാ എന്ന് തന്നെ ഞാൻ പറയും. സിനിമയുടെ മെയിൻ പ്രശ്നം വരുന്നത് ഇതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതൊക്കെ മനസ്സിലാവും, എങ്കിലും എക്സിക്യൂഷൻ പോരായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ വർക്ക് ചെയ്ത പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ എടുത്തു പറയണം. ഈ സിനിമ ശരിക്കും നമ്മൾ എഫേർട്ട് ഇട്ട് മെനക്കെട്ടുണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പർട്ടിക്കുലർലി സ്പോയിലർ ടെറിട്ടറി വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഓവറോൾ സിനിമ ഞാൻ അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് കോമഡിയൊക്കെ ഇഷ്ടമാണ്, അധികം ലോജിക്കൊന്നും ഇല്ലാതെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്ന സിനിമയായിട്ട് കാണണമെങ്കിൽ കാണാം. അതല്ലാതെ ഇതിനകത്ത് കുറച്ചെങ്കിലും ലോജിക്ക് കൊണ്ടുവന്നാൽ കാര്യം കയ്യിൽ നിന്ന് പോകും. എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ഓക്കെ എന്നേ പറയാൻ പറ്റൂ. ഐ മീൻ ബിലോ ആവറേജ് ആണെന്ന് പോലും എനിക്ക് പറയേണ്ടി വരും, സ്ലൈറ്റ്ലി ബിലോ ആവറേജ്. ഇനിയും നമുക്ക് സ്പോയിലറോട്ട് പോകാം. അതിന് മുമ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇത്രയും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നതും ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒത്തിരി താങ്ക് യു. നല്ല രീതിയിൽ ചാനൽ പോകുന്നുണ്ട്, ഇനിയും നല്ല രീതിയിൽ പോകാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സ്പോയിലേഴ്സിൽ വരുമ്പോൾ ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയുടെ പ്രധാന അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ബേസിൽ ജോസഫ് അല്ല, അത് ആക്ച്വലി രാജേഷ് മാധവനാണ്. രാജേഷ് മാധവൻ്റെ സീരിയൽ കില്ലറായിട്ടുള്ള കഥാപാത്രം ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരു എനിക്ക് ഒന്നാമത് ഈ ആക്ടറിനെ നല്ല ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാട്ടിലുപരി പുള്ളി ഇതിനകത്ത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി, ആ കഥാപാത്രത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, നല്ല രസമുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു പുള്ളിയെ നാട്ടുകാരിപ്പം ചെക്കോസ്ലോവാക്യയിലോട്ട് കയറ്റി വിടാൻ ശ്രമിക്കുന്നു. പുള്ളിയുടെ ഉപദ്രവം കാരണമെന്ന് പറയുമ്പം അതൊരു കോമഡി സിനിമയിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാമെന്നല്ലാതെ അത് ലോജിക്കലി നമുക്കതിനെ ഒരു ഫണ്ടമെൻ്റലി നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ഒരിക്കലും ഒരു നാട്ടിൽ സംഭവിക്കത്തില്ല. പക്ഷേ നമ്മളത് ഒരു കോമഡി സിനിമ ആയതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി എന്ന രീതിയിൽ കാണും. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്, പർട്ടിക്കുലർലി ബാബു ആൻ്റണിയും സുരേഷ് കൃഷ്ണയും തകർത്തിട്ടുണ്ട് സിനിമയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരുടെ കഥാപാത്രത്തെ നല്ല റെസ്പെക്റ്റോടു കൂടി ആ ആക്ടേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററിയും അവരുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എന്നാൽ അവരെ കളിയാക്കുന്ന രീതിയിൽ തന്നെ ആ കഥാപാത്രങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു പ്രോബ്ലം വരുന്നത് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിനാണ്. സോ ഫസ്റ്റ് ഹാഫിൽ ഈ സീരിയൽ കില്ലർ ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലുന്നു. ബേസിൽ ജോസഫാണ് സീരിയൽ കില്ലർ എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ശരിക്കുള്ള സീരിയൽ കില്ലറായ രാജേഷ് മാധവൻ പുള്ളി രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ പുള്ളി ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നു. ആ സ്നാപ്പൂപ്പിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ നോക്കുന്നു. പുള്ളി കൊല്ലുന്നതിന് മുമ്പ് മറ്റൊരു രീതിയിൽ അദ്ദേഹം മരണപ്പെടുന്നു. പിന്നെ ആ ശരീരം പുള്ളിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്നും കരുതി, അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ട രീതിയിൽ പോർട്രേറ്റ് ചെയ്യണം, അത് താനാ കൊന്നതെന്ന് വരുത്തി തീർക്കണമെന്നുള്ള, അല്ലെങ്കിൽ താൻ സിഗ്നിഫൈ ചെയ്യുന്ന ആ സീരിയൽ കില്ലറാണ് കൊന്നത് എന്ന രീതി വരുത്തി തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടി രാജേഷ് മാധവൻ ആ ഡെഡ് ബോഡി എടുക്കാൻ നോക്കുന്നതും ബാക്കിയുള്ളവരെ അതിനെ എതിർക്കുന്നതും ഒക്കെ ആ ഒരു ബസ്സിലുള്ള ആ ഒരു സീനും എല്ലാം വളരെ നല്ലതായിരുന്നു. പക്ഷേ ഇതിനകത്ത് പ്രോബ്ലം വരുന്നത് പ്രഡിക്റ്റബിളാണ്. പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് അങ്ങ് പ്രഡിക്റ്റബിളാണ്. പർട്ടിക്കുലർലി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പ്രഡിക്റ്റബിളാണ്. നമുക്കിപ്പം ഒരു എക്സാമ്പിൾ എന്ന് സിജു സണ്ണിയുടെ അച്ഛനാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു. അല്ല എന്നുള്ളത് നമുക്ക് തുടക്കം തൊട്ട് മനസ്സിലാകും.